ഒരു ഗ്രാമത്തിൽ നാരായണൻ എന്നു പേരായ മഹാസാധുവും മഹാദരിദ്രനുമായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആകെ സമ്പാദ്യം ഒരു പശുവായിരുന്നു. ഈ പശുവിന് അദ്ദേഹം എല്ലാ ദിവസവും 4 വട്ടി തവിട് കൊടുക്കും. ആ പശു 4 കുപ്പി പാല് തിരിച്ചു നൽകും. അതായിരുന്നു ആകെയുള്ള ജീവിത സമ്പാദ്യം. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽപ്പെട്ട് വളരെ ഞെങ്ങിഞ്ഞെരുങ്ങി ജീവിച്ചു പോന്ന അദ്ദേഹം മനസ്സുമടുത്ത് ഒരിക്കൽ തീർത്ഥയാത്രയ്ക്കായി പോയി. അങ്ങനെ തീർത്ഥയാത്രയ്ക്കിടയിൽ ഋഷികേശിൽ വെച്ച് അദ്ദേഹം ഒരു സന്യാസി വര്യനെ കണ്ടെത്തി. ആ സന്യാസി വര്യനോട് തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുഴുവനും ഈ നാരായണൻ പറയുകയുണ്ടായി. അപ്പോൾ ആ സന്യാസി വര്യൻ കുബേരമന്ത്രം ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാ ദിവസവും ഇത് ജപിക്കുക, കുബേരൻ പ്രത്യക്ഷപ്പെടുമെന്ന്. അത്തരത്തിൽ തന്നെ കുബേരൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിനോട് എന്തു വരം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, എനിക്ക് എല്ലാ ദിവസവും 4 വട്ടി തവിട് കിട്ടണം എന്റെ പശുവിന് കൊടുക്കാൻ. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് കുബേരൻ അപ്രത്യക്ഷനായി. വളരെ സന്തോഷത്തോടുകൂടി തിരികെ ചെന്ന് ആ സന്യാസി വര്യനോട് നാരായണൻ പറഞ്ഞു, എനിക്ക് ഇത്തരത്തിൽ ഒരു വരം ലഭിച്ചുവെന്ന്. അപ്പോൾ നാരായണനോട് നമ്മുടെ സന്യാസി വര്യൻ പറയുകയാണ്, നീ എന്തു മഠയനാണ്, സമുദ്രം പോലെ നിനക്ക് സമ്പത്ത് തരുവാൻ കെൽപ്പുള്ള, അതിനെ സാധിക്കുന്ന ആ മഹാനായിട്ടുള്ള കുബേരൻ നിനക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും നിനക്ക് നിന്റെ ദാരിദ്ര്യം മാറ്റുവാനായില്ലല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് സമുദ്രം പോലെ നമുക്ക് സമ്പത്ത് തരുവാൻ കഴിയുന്ന നമ്മുടെ ഉപബോധ മനസ്സിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിരന്തരമായി ചോദിക്കുക, ഇനിയും ഇനിയും സമ്പത്ത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും സമുദ്രം പോലെ സമ്പത്ത് തരുവാൻ നമുക്ക് കഴിയുന്ന ഉപബോധ മനസ്സ് നമ്മുടെ ഒപ്പമുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് നിരന്തരമായി ആവശ്യപ്പെടുക, സമ്പന്നനാകുക തന്നെ ചെയ്യും.